നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ടോപ് 10ലേക്ക് സ്വാഗതം. ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യമുനയിലാണ് മണിക്കൂറുകളോളമായി ഉണ്ണികൃഷ്ണൻ പോറ്റി. ദുരൂഹതകളുടെ ചുരുളഴിയുമോ? തട്ടിപ്പിലെ എല്ലാ കണ്ണികളിലേക്കും എത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിയുമോ? സമഗ്രമായി നോക്കാം. ആദ്യം ടോപ് 10 ഹെഡ്ലൈൻസ്. പാളിമാറ്റിയ പോറ്റി അകത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു. അറസ്റ്റിന് സാധ്യത. സന്നിധാനത്ത് SITയുടെ പരിശോധന. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി നാളെ തിരികെ ഘടിപ്പിക്കും. ഇനിയും പാഠം പഠിക്കാത്തവർ. പാലക്കാട്ടെ 9ാം ക്ലാസ്സുകാരന്റെ മരണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കും. ആരോപണ വിധേയരായ ക്ലാസ് ടീച്ചർക്കും പ്രധാന അധ്യാപികയ്ക്കും സസ്പെൻഷൻ. ഹിജാബ് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ശ്രമിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഉത്തരവാദിത്തപ്പെട്ടവർ വിഷയം പരിഹരിക്കണമെന്ന് പ്രതിപക്ഷം. ട്രംപിന്റെ ഷോ വേണ്ട. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. രാജ്യത്തെ എണ്ണ നയം തീരുമാനിക്കുന്നത് ഇന്ധന ലഭ്യതയും വിലയും അനുസരിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിൽ കൈകടത്താൻ മോദി ട്രംപിന് അനുമതി നൽകിയെന്ന് രാഹുൽ ഗാന്ധി. കൂടെ കൂട്ടിയാൽ കൂടെ നിൽക്കും. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമം. പാർട്ടി പരിപാടിയിലേക്ക് ക്ഷണിച്ച നേതാക്കൾ. VS സ്മാരക കേരള പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ടെത്തി. മാറാനുണ്ട് ഏറെ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിമർശനവുമായി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും കാർഷിക മേഖലയിൽ നേട്ടം കൈവരിക്കുന്നതിലും പിന്നിലെന്ന് KN ഹരിലാൽ. ക്ഷേമപ്രവർത്തനങ്ങളിലും സേവനങ്ങളിലും മാത്രം പ്രവർത്തനങ്ങൾ ചുരുങ്ങുന്നു എന്നും വിലയിരുത്തൽ. റിപ്പോർട്ട് അടുത്ത മാസം ഗവർണർക്ക് സമർപ്പിക്കും. കലിതുള്ളിപ്പെയ്യും, കരുതിയിരിക്കണം. സംസ്ഥാനത്ത് തുലാവർഷം എത്തുന്നു. 5 ദിവസം കനത്ത മഴയെന്ന് മുന്നറിയിപ്പ്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പേരാമ്പ്രയിൽ തീരാത്ത പോര്. പേരാമ്പ്ര സംഘർഷത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. സ്ഫോടക വസ്തു വന്നത് പോലീസ് നിന്ന ഭാഗത്തു നിന്ന്. ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിൽ ടിയർ ഗ്യാസും ലാത്തിയും. UDF പ്രവർത്തകരുടെ അറസ്റ്റ്. പോലീസിന്റെ മുഖമിനുക്കാനെന്ന് DCC അധ്യക്ഷൻ. ഷാഫി പറമ്പിലിനെ കായികമായി നേരിടുന്നത് അതിശക്തനായ നേതാവായതുകൊണ്ടെന്ന് സണ്ണി ജോസഫ്. കരകയറാൻ കരുതലോടെ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്ര 1ാം ഇന്നിംഗ്സിൽ 239 പുറത്ത്. മറുപടി ബാറ്റിംഗിൽ കേരളത്തിന് മോശം തുടക്കം. 35 റൺസ് എടുക്കുന്നതിനിടെ 3 വിക്കറ്റുകൾ നഷ്ടമായി. കൈപിടിച്ച് കരുത്തോടെ. KPCC പുനഃസംഘടിപ്പിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പുതിയതായി 6 പേർ കൂടി. 13 വൈസ് പ്രസിഡന്റുമാർ, 58 ജനറൽ സെക്രട്ടറിമാർ. സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറി, ഹൈബി ഈഡൻ, മാത്യു കുൾനാടൻ, VT ബൽറാം, രമ്യ ഹരിദാസ്, പാലോട് രവി എന്നിവർ വൈസ് പ്രസിഡന്റുമാർ. സ്റ്റോറി ഓഫ് ദി ഡേ. വീടകത്തിന്റെ ചന്തമാകാൻ കാടിറങ്ങിയ കരകൗശലം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടി തുടങ്ങി. 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ. പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിനും സാധ്യത. രാവിലെ വീട്ടിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്.
വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് എവിടെയാണ് എന്നതിൽ ഒരു വ്യക്തതക്കുറവുണ്ടായിരുന്നു. ആദ്യമേ രഹസ്യ കേന്ദ്രത്തിൽ ഒന്നൊക്കെയുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത്. വൈകിട്ടോടെ ആ നിർണായക വിവരം പുറത്തു വരുന്നു. തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എത്ര മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു? ചോദ്യമുനയ്ക്ക് മുന്നിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമോ? മറ്റു തുടർ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാകും? ചോദ്യം ചെയ്ത് വിട്ടയക്കുമോ? അറസ്റ്റ് ആകുമോ? ആ രീതിയിലൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അമ്പിളി, ആദ്യം മുതൽക്ക് തന്നെ SIT ഇതിലൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് കാരേറ്റിൽ നിന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇദ്ദേഹം എവിടെയാണെന്നോ എന്താണെന്നോ യാതൊരു വിവരവും ഇല്ലാത്തതിനെ തുടർന്ന് കുടുംബവും അഭിഭാഷകനും ഒക്കെ രംഗത്തെത്തിയപ്പോഴാണ് അതിനെ തുടർന്നാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഇത്തരത്തിൽ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇദ്ദേഹം എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ അടക്കമുള്ള വ്യക്തത വരുന്നത്. എന്തായാലും നിലവിൽ മണിക്കൂറുകളോളമായി ഇവിടെ ഈ അന്വേഷണം ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് തുടരുകയാണ്. 2 FIRകളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിലും കട്ടിലപ്പടിയുടെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിലുമാണ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള SP ശശിധരൻ ഇപ്പോൾ സന്നിധാനത്താണുള്ളത്. അദ്ദേഹം അവിടുത്തെ അന്വേഷണം പൂർത്തിയാക്കി ഇവിടെ വന്ന് ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് ഇന്ന് എത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഇന്ന് SP ശശിധരൻ ഇവിടെ എത്തിയിട്ടില്ല എങ്കിൽ നാളെ രാവിലെ 10 മണിക്കകം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ മതിയാകും. പത്തനംതിട്ടയിലെ റാന്നി കോടതിയിലാണ് നിലവിൽ ഈ കേസുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചെയോടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ടയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം 10 മണിക്കകം ആയിരിക്കും ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കേസുകളിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത. കാരണം ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. ഈ 2 കേസുകളിലും ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഈ കൽപേഷന്റെ പങ്കടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അതിനുശേഷമുള്ള അന്വേഷണത്തിലായിരിക്കും എത്രത്തോളം ആണ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയൊക്കെയാണ് സഹായം ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരിക. അമ്പിളി, ശരി. നിർണായക ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസ്, ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ് ദേവിക ചന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. ഈ ചോദ്യം ചെയ്യൽ എത്ര മണിക്കൂർ നീളും? ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കുമോ അതോ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുമോ എന്നതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും അകത്താണ്. ഇനി അടുത്തതാരാണ്? പോറ്റിക്കൊപ്പം നിന്നതാരാണ്? ശബരിമലയിൽ പോറ്റിയെ എത്തിച്ചതാരാണ്? ആരൊക്കെ സഹായിച്ചു? കൂടുതൽ സ്വർണം നഷ്ടമായിട്ടുണ്ടോ? കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെ? ക്രമക്കേടിന്റെ വ്യാപ്തി എത്രത്തോളം? അങ്ങനെ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ നിരവധി. ഒരേ സമയം പല സംഘങ്ങളായി തിരിഞ്ഞുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സംഭവങ്ങളുടെ ചുരുളഴിയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സ്വർണ്ണപ്പാളി കേസിൽ സന്നിധാനത്തും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. അതിനിടെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി നാളെ തിരികെ ഘടിപ്പിക്കും. വൈകിട്ട് 4 മണിക്ക് നട തുറന്ന ശേഷമാകും സ്വർണ്ണപ്പാളികൾ വീണ്ടും ഘടിപ്പിക്കുക. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 അംഗ സംഘം കഴിഞ്ഞ ദിവസങ്ങളിലായി സന്നിധാനത്തടക്കം പരിശോധന നടത്തിയിരുന്നു. സന്നിധാനത്തെ പരിശോധന സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത്? അമ്പിളി, എക്സിക്യൂട്ടീവ് ഓഫീസിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ 3 അംഗ സംഘം എത്തിയത്. അവർ ശക്തമായ പരിശോധന അവിടെ നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്നും രേഖകളാണ് ഇന്ന് പരിശോധന നടത്തിയെങ്കിൽ കഴിഞ്ഞ ദിവസവും ഇവരുടെ പരിശോധന തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ 3 അംഗ സംഘം അവിടെ പരിശോധന നടത്തുകയാണ്. ശശിധരന്റെ നേതൃത്വത്തിലുള്ള SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. നമ്മുടെ ഈ ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അന്വേഷണ സംഘം, ദേവസ്വം ബോർഡിന്റെ ആ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്താത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം കണ്ടെത്താൻ ഏറ്റവും പ്രധാനമായും ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്, വിജിലൻസ് സംഘം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനകളിൽ കണ്ടെത്താത്ത കാര്യങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവർ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളും ഒപ്പം മൊഴിയെടുപ്പും ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പ് അടക്കം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രേഖകളാണ് അവർ പ്രധാനമായും പരിശോധിച്ചത്. ആ രേഖകളിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്താൻ കഴിയും എന്നതാണ് അവർ പരിശോധിക്കുകയും ചെയ്തത്. എപ്പോഴാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അതേ സമയത്ത് തന്നെയാണ് സമാന്തരമായി തന്നെ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പരിശോധനകൾ നടത്തുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. തുടർന്നും പരിശോധനകൾ തുടരും. ഒരു പക്ഷേ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ SP ആയിട്ടുള്ള ശശിധരനെ ഇനി തിരികെ ഒരു പക്ഷേ
തിരുവനന്തപുരത്തെത്തി ഇഞ്ചക്കല്ലെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയോ നാളെ രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ റാന്നിയിലെ കോടതിയിലേക്ക് ഹാജരാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ റാന്നിയിലേക്ക് എത്തിക്കുകയും തുടർന്ന് പത്തനംതിട്ടയിൽ അവർക്ക് പ്രത്യേക SIT ഓഫീസിന് പ്രത്യേക SIT സംഘത്തിന് പ്രത്യേക ഓഫീസുണ്ട്. അവിടെ എത്തിച്ച് ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ശക്തമായ ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട്. ഇന്ന് നടന്ന ചോദ്യം ചെയ്യലിന്റെയും അതുപോലുള്ള മറ്റു കാര്യങ്ങളുടെയും ഭാഗമായി നാളെ ഒരുപക്ഷെ റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകാനുള്ള നടപടികളിലേക്ക് ഈ SIT സംഘം കടന്നേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 മാസത്തിനിടയിൽ നിലവിൽ ഇനി അവശേഷിക്കുന്നത് 5 മാസങ്ങളാണ്. ഈ 5 മാസത്തിനുള്ളിൽ കോടതിയിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ പരിശോധനകളും ഒപ്പം തന്നെ ഈ പറയുന്ന അന്വേഷണവും പൂർത്തീകരിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ നാളെയാണ് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ള ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. ആ പുനഃസ്ഥാപിക്കുന്ന ചടങ്ങുകൾ വൈകിട്ട് 4 മണിക്കായിരിക്കും നട തുറന്നതിന് രജിത്ത്, ഈ വിവാദങ്ങൾക്കിടെയാണ് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി നാളെ തിരികെ പുനഃസ്ഥാപിക്കുന്ന ചടങ്ങ് കൂടി സന്നിധാനത്ത് നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. വൈകിട്ട് 4 മണിയോടുകൂടി തന്ത്രിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന നടപടികൾ നടക്കുക. അതുകൊണ്ട് തന്നെ അത്തരം ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഭക്തർക്ക് അവിടെ ദർശനത്തിന് അനുമതി നൽകുക. നാളെ നട തുറക്കും. അതിനുശേഷം മറ്റന്നാൾ പ്രധാനമായും മേൽശാന്തിയുടെ തെരഞ്ഞെടുപ്പ് അടക്കം നറുക്കെടുപ്പ് അടക്കമുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ഈ ദ്വാരപാലക ശില്പം തിരികെ സ്ഥാപിക്കുകയും തുടർന്ന് ഈ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുകയുമായിരിക്കും ഉണ്ടാകുക. എന്ത് തന്നെയായാലും 2019 ഏകദേശം 5 കിലോയോളം സ്വർണമാണ് ഈ ദ്വാരപാലക ശില്പത്തിൽ 2 ദ്വാരപാലക ശില്പത്തിലുമായി പൂശിയിരുന്നത്. അതിൽ നിന്നും വ്യത്യാസം വരികയും തുടർന്ന് ഇത് വീണ്ടും 2025 കൊണ്ടുപോയി വീണ്ടും അറ്റകുറ്റപ്പണികൾ തീർത്ത് തിരികെ കൊണ്ടുവരികയുമായിരുന്നു. എന്തിനായാലും ഈ തിരികെ കൊണ്ടുവന്ന ദ്വാരപാലക ശില്പത്തിലെ പാളികൾ പുനഃസ്ഥാപിക്കുന്നതിന് ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു. അതിന് പ്രകാരമാണ് നാളെ ഈ ദ്വാരപാലക ശില്പത്തിലെ ഈ ചെമ്പുപാളികൾ പുനഃസ്ഥാപിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണത്തിൽ കടക്കുക. ഒരു പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടക്കം ഉണ്ടാവുകയാണെങ്കിൽ ശബരിമലയിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ തുലാമാസത്തിലെ പൂജകൾക്ക് ശേഷമായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു പക്ഷേ ഇവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിൽ കടക്കുക. എന്തുതന്നെയായാലും നാളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ നേരെ റാന്നി കോടതിയിൽ ഹാജരാക്കും. അവിടെയാണ് ഇത് സംബന്ധിച്ച കേസുള്ളത്. തുടർന്ന് പത്തനംതിട്ടയിലായിരിക്കും ഇദ്ദേഹത്തിന് കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, രജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. 2019 ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് പാളി ഇളക്കിക്കൊണ്ടുപോയതും അത് തിരികെ ഘടിപ്പിച്ചതുമെല്ലാം തന്നെ രാത്രി നടയടച്ച ശേഷമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് പകൽ സമയത്ത് ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്ക് നട തുറന്ന ശേഷമായിരിക്കും ഈ ചടങ്ങുകളെല്ലാം നടക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല സമ്പത്തുള്ള എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അഴിമതി പുറത്തു വന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. ഇടമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഇടമായി ദേവസ്വം ബോർഡ് അധപ്പതിച്ചു എന്നും സംസ്ഥാനത്ത് ഒറ്റ ദേവസ്വം ബോർഡ് മതിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സത്യസത്യമായി പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും സമ്പത്തുള്ളത് എല്ലാം മോശമാണ്. ഇല്ലെന്ന് ഇവർക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ്, കൊച്ചിയില്ലേ, കൊച്ചിൻ ദേവസ്വം ബോർഡില്ലേ, മലബാർ ദേവസ്വം ബോർഡില്ലേ. ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കുടങ്ങളുടെ കൈയിട്ട് നക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. അഴിമതിയും തട്ടിപ്പും കൊള്ളയും മാത്രമായി സർക്കാർ മാറിയെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ദേവസ്വം ബോർഡ് വിശ്വാസികളെ സംരക്ഷിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ദല്ലാൽമാരുടെ ഒരു സംസ്ഥാനമാക്കി മാറ്റിയ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. അല്പം ഉൾപ്പുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി വെക്കണമെന്ന് ഞാൻ എന്നൊരു അഭ്യർത്ഥന. ശബരിമലയിലെ ആചാരം സംരക്ഷിച്ചത് BJP മാത്രമായിരുന്നുവെന്നും കേരളത്തിലെ പ്രതിപക്ഷത്തിന് നട്ടല്ലില്ല എന്നും മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു.
വി.ഡി. സതീശനെ പോലെയുള്ള ഇവിടെ ആചാരലംഘനം നടന്നപ്പോ അന്ന് TV ചാനലിൽ പൗഡർ കുട്ടപ്പനായിട്ട് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാർ ഏറാൻമുണികൾ, നിങ്ങളല്ല ശബരിമലയിൽ ആചാരത്തെ സംരക്ഷിച്ചത്, ഞങ്ങളാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ശോഭാ സുരേന്ദ്രനും മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസും ഉൾപ്പെടെയുള്ളവർ നിലത്ത് കിടന്ന് പ്രതിഷേധിച്ചു. നേരത്തെ രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ തുലാമാസ പൂജകൾക്കായി നാളെ ശബരിമല നട തുറക്കും. വൈകിട്ട് 4-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുക. 18-ന് പുലർച്ചെ 5 മണി മുതൽ തുലാമാസ പൂജകൾക്ക് തുടക്കമാകും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പും 18-ന് നടക്കും. പന്തളം കൊട്ടാരത്തിൽ നിന്ന് കശ്യപ് വർമ്മ, മൈഥിലി കെ വർമ്മ എന്നിവർ യഥാക്രമം ശബരിമല മേൽശാന്തി, മാളികപ്പുറം മേൽശാന്തി എന്നിവരുടെ നറുക്കെടുപ്പ് നടത്തും. 21-ന് ചിത്തിരാട്ട വിശേഷ പൂജകൾ നടക്കും. 22-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനം പ്രമാണിച്ച് ശബരിമലയിൽ ദർശന നിയന്ത്രണമുണ്ടാകും. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. KPCC പുനഃസംഘടിപ്പിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പുതിയതായി 6 പേർ കൂടി. സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറി, ഹൈബി ഈഡൻ, മാത്യു കുഴൽനാടൻ, VT ബൽറാം, രമ്യ ഹരിദാസ്, പാലോട് രവി എന്നിവർ വൈസ് പ്രസിഡന്റുമാർ. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, KPCC പുനഃസംഘടന ഒരു കീറാമുട്ടിയായി നിന്നതായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും പുനഃസംഘടനയായിരിക്കുന്നു. ആരൊക്കെ ഏതിലൊക്കെ ഇടം പിടിച്ചു? അമ്പലി, നേതൃത്വത്തെ സംബന്ധിച്ച വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതായിരുന്നു KPCC പുനഃസംഘടന. അക്കാര്യത്തിൽ ഇപ്പോഴും ഇത് പൂർണ്ണമായി പൂർത്തിയായെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം KPCC സെക്രട്ടറിമാർ ആരൊക്കെ എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ആ പട്ടിക പുറത്തിറക്കിയിട്ടില്ല. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിമാർ, ഒപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, 13 വൈസ് പ്രസിഡന്റുമാർ എന്നിങ്ങനെയാണ് ഇപ്പോൾ പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത്. ജംബോ പട്ടിക എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസ് കഴിഞ്ഞ കുറെ കാലമായി, അതായത് K. സുധാകരൻ അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ജംബോ പട്ടിക അംഗീകരിക്കില്ല എന്നതാണ്. പക്ഷേ ആ അധ്യക്ഷൻ മാറി സണ്ണി ജോസഫ് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും എല്ലാ ഗ്രൂപ്പുകളെയും ഗ്രൂപ്പ് സമവാക്യങ്ങളെയൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നേരത്തെ ഉണ്ടായിരുന്ന, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് 6 പേരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാജ്മോഹൻ ഉണ്ണിത്താൻ, VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ്, പന്തളം സുധാകരൻ, CP മുഹമ്മദ്, AK മണി, അങ്ങനെ 6 പേരെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ 13 വൈസ് പ്രസിഡന്റുമാരെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ തന്നെ എടുത്തു പറയേണ്ട പേര് പാലോട് രവിയുടേതാണ്. നമുക്കറിയാം, തിരുവനന്തപുരം DCC അധ്യക്ഷനായിരുന്നു. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട, പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില ഫോൺ വിളികളെയൊക്കെ തുടർന്നൊക്കെ തന്നെ വിമർശനമേൽക്കുകയും ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് അദ്ദേഹത്തെ KPCC വൈസ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ട്, ഹൈബീഡൻ ഉണ്ട്, പാലോട് രവിയുണ്ട്, VT ബൽറാം ഉണ്ട്, VP സജീന്ദ്രനുണ്ട്, മാത്യു കുഴൽനാടനുണ്ട്, D. സുഗതനുണ്ട്, രമ്യ ഹരിദാസ് ഉണ്ട്, M. ലിജു ഉണ്ട്. M. ലിജു നേരത്തെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ A. ഷുക്കൂർ ഉണ്ട്, M. വിൻസൻ ഉണ്ട്, റോയ് K. പൗലോസ് ഉണ്ട്, ജെയ്സൺ ജോസഫ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുടെ ഭാഗമായി, പ്രത്യേകിച്ച് ജനപ്രതിനിധികളായിരിക്കും പിന്നീട് പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. അവരൊക്കെ തന്നെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാക്കി നിലനിർത്തിക്കൊണ്ട് കൃത്യമായ സമവാക്യങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ്, VT ബൽറാം ആണെങ്കിലും അതുപോലെ തന്നെ രമ്യ ഹരിദാസ് ആണെങ്കിലും ഇവരെയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടൊരു കൃത്യമായ നടപടി KPCCയുടെ ഭാഗത്തുനിന്ന്, AICCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതിലെ മറ്റൊന്ന് ജനറൽ സെക്രട്ടറിമാരെ സംബന്ധിച്ചാണ്. ജനറൽ സെക്രട്ടറിമാർ ശ്രദ്ധിക്കേണ്ട പേര് സന്ദീപ് വാര്യർ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, വളരെ പെട്ടെന്ന് കോൺഗ്രസിന്റെ മുഖമായി സന്ദീപ് വാര്യർ പാലക്കാടല്ല,
സംസ്ഥാനത്താകെ തന്നെ മാറുന്നു. വലിയ രീതിയിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് സന്ദീപ് വാര്യർ നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ KPCCയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി, സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതാക്കളിൽ ഒരാളായി സന്ദീപ് വാര്യർ മാറിയിരിക്കുന്നു. ആ സന്ദീപ് വാര്യരെ ജനറൽ സെക്രട്ടറി ആക്കിക്കൊണ്ട് തന്നെയാണ് ഈ പട്ടിക 58 പേരുടെ പട്ടികയാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വനിതകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഈ സാധാരണ കോൺഗ്രസിന്റെ പട്ടികയൊക്കെ വന്നു കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങൾ, തൊട്ടടുത്ത ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ തന്നെ പാലിക്കപ്പെട്ടുവെന്ന് നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. അത് ഏത് തരത്തിൽ പാലിക്കപ്പെട്ടുവെന്നും ആരുടെയൊക്കെ നോമിനികളാണ് കൂടുതലായി എത്തിയതെന്നൊക്കെ വരുന്ന മണിക്കൂറുകളാണ് നമുക്ക് അറിയാൻ കഴിയുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ ഈ നീക്കങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇനി KPCC സെക്രട്ടറിമാർ വരണം. ഏതായാലും ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പുനഃസംഘടന വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പരമാവധി നേതാക്കളെ കൊള്ളുന്നവരെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. അത് പ്രവർത്തകർ അംഗീകരിക്കുമോ, താഴേക്കിടയിലുള്ള നേതൃത്വം അംഗീകരിക്കുമോ എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിലാണ് അമ്പിളി അറിയാൻ കഴിയുക. ശരി, KPCC പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു. രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പുതുതായി 6 പേർ കൂടിയെത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം പട്ടികയിൽ സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈബി ഈഡൻ, മാത്യു കുഴിനാടൻ, VT ബൽറാം, രമ്യ ഹരിദാസ്, പാലോട് രവി എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. ഇന്ന് കേരളം രാവിലെ കണ്ട ഒരു പ്രധാന കാഴ്ചയായിരുന്നു സഹപാഠിയുടെ മരണത്തിൽ കൂട്ടുകാരെല്ലാം ഒന്നടങ്കം പ്രതിഷേധവുമായി സ്കൂൾ മുറ്റത്തെത്തുന്ന കാഴ്ച. പാലക്കാട് 14 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കും. വിദ്യാഭ്യാസ മന്ത്രിയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. പ്രധാന അധ്യാപിക ലിസിയെയും ക്ലാസ് ടീച്ചർ ആശയെയും സ്കൂൾ മാനേജ്മെന്റ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ക്ലാസ് ടീച്ചറിനെതിരെ രക്ഷിതാക്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോൾ സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുകയായിരുന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ വിഷയം ഏറ്റെടുക്കുകയും പ്രധാന അധ്യാപികയെ ഉപരോധിക്കുകയും ചെയ്തതോടെയാണ് സ്കൂൾ മാനേജ്മെന്റ് നടപടിയെടുത്തത്. സഹപാഠിയുടെ മരണത്തിൽ രാവിലെ മുതൽ തന്നെ സ്കൂളിന് മുന്നിൽ വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സമരം ഏറ്റെടുക്കുകയും പ്രധാന അധ്യാപികയെ ഉപരോധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് മാനേജ്മെന്റ് കമ്മിറ്റി വിഷയത്തിൽ ഇടപെടുകയും അടിയന്തര യോഗം ചേരുകയും ചെയ്തത്. ഒപ്പം DEO, AEO എന്നിവർ സ്കൂളിലേക്ക് എത്തുകയും വിദ്യാർത്ഥികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. തുടർന്നാണ് പ്രധാന അധ്യാപിക ലിസിയെയും ക്ലാസ് ടീച്ചർ ആശയെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. വകുപ്പ് തല അന്വേഷണം തുടരുമെന്നും മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ആത്മഹത്യ ചെയ്തത്. വിദ്യാർത്ഥിയെ അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബവും ഒരു വിഭാഗം വിദ്യാർത്ഥികളും ആരോപിക്കുന്നത്. അവരുടെ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്, അവരുടെ മകനായിരിക്കും. ഒരു ടീച്ചറെ സ്വന്തം മക്കളെ പോലെ 55 പേരുണ്ടെങ്കിൽ 55 പേര് സ്വന്തം മക്കളെ പോലെ കരുതണം. അല്ലാതെ ഒരു ക്രിമിനലിനോട് പെരുമാറുന്ന പോലെ 15 വയസ്സായി 14 വയസ്സായി കുട്ടിയോട് സംസാരിക്കുന്ന രീതിക്ക് എല്ലാം സംസാരിച്ചെന്നാണ് അവരുടെ ഞങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാർ. നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് സത്യാവസ്ഥ എന്തെന്ന് കൊണ്ടുവരാൻ, കാരണം ഞാൻ തലേദിവസം തിങ്കളാഴ്ച പോയി പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കിയിട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം രാത്രി വീടിനകത്ത് തൂങ്ങിമരിച്ച നിലയിൽ അർജുനെ കണ്ടെത്തുകയായിരുന്നു. സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകന്റെ മരണത്തിന് കാരണക്കാരിയായ അധ്യാപികയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കുഴൽമന്ദം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. എന്തായാലും വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. നമ്മുടെ ജെൻസി കുട്ടികളെ മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒന്നും കഴിയുന്നില്ലേ എന്നും അതുപോലെ തന്നെ വിമർശനങ്ങളും ശാസനകളും ഒന്നും ഉൾക്കൊള്ളാൻ നമ്മുടെ കുട്ടികൾക്കും കഴിയുന്നില്ലേ. എന്തായാലും അർജുൻ്റെ മരണത്തിലെ ദുരൂഹത മാറിയേ മതിയാകൂ. ഹിജാബ് വിഷയത്തിലും തർക്കം തീരുന്നില്ല. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരിനെ വെല്ലുവിളിക്കാൻ മാനേജ്മെന്റ് നോക്കേണ്ടെന്നും മാനേജ്മെന്റിനു വേണ്ടി സംസാരിക്കേണ്ടത് അഭിഭാഷകയോ PTA പ്രസിഡന്റോ അല്ല എന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ DDE റിപ്പോർട്ടിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം. ഹിജാബ് വിവാദത്തിൽ സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരിനെ വെല്ലുവിളിക്കാൻ മാനേജ്മെന്റ് നോക്കണ്ട എന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം. വിവാദം രാഷ്ട്രീയവൽക്കരിക്കാൻ ആസൂത്രിതമായ ശ്രമത്തിന് മാനേജ്മെന്റും കൂട്ടുനിൽക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ ചട്ടത്തിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന കാര്യവും മന്ത്രി ഓർമ്മിപ്പിച്ചു. നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രങ്ങളാണ്. അതിനെ കക്ഷിരാഷ്ട്രീയ താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല. ഒരു PTA പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായ ഒരു ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ പരസ്യമായി?
ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. നിയമത്തിന്റെ വഴിക്ക് പോകും. മതപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടരുത് എന്നാണ് ഡിവൈഎഫ്ഐ നിലപാടെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പ്രതികരിച്ചു. ഇപ്പം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നു, പിന്നെ അതിലേക്ക് ബോധപൂർവം ചർച്ചകൾ കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ശിരോവസ്ത്രം ധരിച്ചു പോയതുകൊണ്ട് കേരളത്തിൽ ഒരു കലാപവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഹിജാബ് വിവാദം ആളിക്കത്തിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ഉത്തരവാദിത്തപ്പെട്ടവർ വിഷയം പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കുറേ ആളുകൾക്ക്. അപ്പോൾ അത് ക്ലോസ് ചെയ്യേണ്ട ചാപ്റ്ററാണ്, ചർച്ച ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. എന്നാൽ സെന്റ് റീത്ത സ്കൂളിലെ 8ാം ക്ലാസ്സുകാരി ഇന്നും സ്കൂളിലെത്തിയില്ല. കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് പിതാവ് വ്യക്തമാക്കുന്നത്. DE റിപ്പോർട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് സ്കൂളിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. ഈ സംഭവം വിവാദമായതിനു പിന്നിലും ഈ വിഷയം ആളിക്കത്തിക്കുന്നതിന് പിന്നിലുമൊക്കെ ഗൂഢശക്തികളുണ്ടെങ്കിൽ അത് മതേതര കേരളത്തിന് ഭൂഷണമല്ല. ഒപ്പം ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എപ്പോഴൊക്കെ പ്രതികരിച്ചോ അപ്പോഴൊക്കെ മന്ത്രി ഓരോ നിലപാടാണ് സ്വീകരിച്ചത് എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കേരളത്തിലെ വിദ്യാലയങ്ങളെ മുസ്ലിം മതമൗലികവാദികൾ അവരുടെ കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി അതിന് കുടപിടിക്കുന്നുവെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ആരോപിച്ചു. മന്ത്രിക്ക് SDPയുടെ സ്വരമെന്നും പ്രശ്നം വഷളാക്കാനാണ് ശ്രമിക്കുന്നതെന്നും MT രമേശ് പറഞ്ഞു. സ്കൂൾ അധികൃതർക്ക് ന്യായമായ അവകാശങ്ങളുണ്ടെന്നും അത് ഏതെങ്കിലും ഒരു മതസംഘടനയ്ക്ക് മുട്ടുമടക്കേണ്ടതാണോ എന്നും MT രമേശ് ചോദിച്ചു. ഇന്ത്യ പറയേണ്ടത് ട്രംപ് പറയുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ആ അവകാശവാദത്തിന് കൃത്യമായ മറുപടി ഇന്ത്യ ഇന്ന് തന്നെ നൽകി. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം. ട്രംപിന്റെ അവകാശവാദം രാഷ്ട്രീയ വിവാദത്തിനും കാരണമായി. പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. മോദിക്ക് ട്രംപിനെ ഭയമെന്ന് രാഹുൽ പറഞ്ഞു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് ലഭിച്ചതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇതിന് പിന്നാലെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. ഇതോടെയാണ് ട്രംപിന്റെ നിലപാട് തള്ളി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറക്കുമതി നയം തീരുമാനിക്കുന്നത് രാജ്യത്തിന്റെ താൽപര്യത്തിനനുസരിച്ചാണ്. കൂടുതൽ ലഭ്യതയും വിലസ്ഥിരതയും മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അതേസമയം ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവർത്തിക്കുകയാണ് ചെയ്തത്. എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജ്യ താൽപര്യത്തിനാണ് മുൻഗണന എന്ന് പറഞ്ഞിരുന്നു. എവിടെ നിന്നാണ് വില കുറച്ച് രാജ്യത്തിന് പര്യാപ്തമാകുന്ന തരത്തിൽ എണ്ണ ലഭിക്കുക, അവിടെ നിന്ന് വാങ്ങുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ മുൻപും പറഞ്ഞത്. അതേസമയം ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. മോദിക്ക് ട്രംപിനെ ഭയമാണെന്ന് രാഹുൽ പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് തീരുമാനിക്കുന്നതിന് ട്രംപിനെ അനുവദിക്കുന്നുവെന്നും അവഗണന തുടരുമ്പോഴും അഭിനന്ദന സന്ദേശം അയക്കുകയാണ് പ്രധാനമന്ത്രിയെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ വിമർശനമുന്നയിക്കുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPM നീക്കം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം സമവായ നീക്കവുമായി മുതിർന്ന നേതാവ് ജി സുധാകരന്റെ വീട്ടിലെത്തിയത്. ജില്ലാ സെക്രട്ടറി R നാസർ, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അടക്കമുള്ള നേതാക്കളാണ് സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചത്. CPMനുള്ളിൽ സുധാകരനും ചില നേതാക്കളും തമ്മിലുള്ള തുറന്നുപറച്ചിലുകളും വാക്പോരും മുറുകുമ്പോഴാണ് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ പാർട്ടി വഴിയിലേക്ക് തിരികെ നടത്തുവാനുള്ള നേതൃത്വത്തിന്റെ നീക്കം. തന്നെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെ ബോധപൂർവം ഒരു വിഭാഗം മാറ്റി നിർത്തുന്നുവെന്നായിരുന്നു സുധാകരൻ ഉയർത്തിയ പരാതി. ആലപ്പുഴയിൽ നടന്ന KPCCയുടെ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ജി സുധാകരനെതിരെ സൈബർ ആക്രമണമുണ്ടായത്. എന്നാൽ സുധാകരന്റെ വിമർശനങ്ങൾക്കെതിരെ മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയതോടെ മുതിർന്ന നേതാവ് കൂടിയായ സുധാകരൻ തുറന്ന പോരിലേക്ക് ഇറങ്ങുകയായിരുന്നു. ജി സുധാകരൻ പാർട്ടിയുമായി ചേർന്ന് പോകണമെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ ഉപദേശം. പിന്നാലെ സജി ചെറിയാനെ അനുകൂലിച്ചെത്തിയവരോടെല്ലാം സുധാകരൻ പൊട്ടിത്തെറിച്ചു. മുതിർന്ന നേതാവ് AK ബാലനും കിട്ടി സുധാകരന്റെ വക ചൂടൻ വിമർശനം. സുധാകരന് വീഴ്ച വന്നിട്ടുണ്ടെന്നും തിരുത്തേണ്ടത് സുധാകരൻ തന്നെയാണ് എന്നുമുള്ള നിലപാടിലായിരുന്നു CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ.
എന്നാൽ ഈ തുറന്ന പോരിൽ ഇടതുപക്ഷത്തെയാകെ കടന്നാക്രമിക്കാനും സുധാകരൻ മടിച്ചില്ല. തന്റെ മണ്ഡലമായ അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ CPM തോൽക്കുമെന്നും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തില്ല എന്നും സുധാകരൻ കുറ്റപ്പെടുത്തിയിരുന്നു. തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സുധാകരനുമായുള്ള തുറന്ന പോര് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും. അതിനാൽ തന്നെ CPM വേദികളിൽ സുധാകരനെ എത്തിച്ച് വിഷയത്തിന് പരിഹാരം കാണാനാണ് നേതൃത്വത്തിന്റെ നീക്കം. ഈ മാസം 19 നടക്കുന്ന VS അച്യുതാനന്ദൻ സ്മാരക കേരള പുരസ്കാര വിതരണത്തിൽ സുധാകരനെ ക്ഷണിക്കാനെത്തിയ ജില്ലാ സെക്രട്ടറി R നാസർ, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അടക്കമുള്ള നേതാക്കൾ സൈബർ ഇടങ്ങളിലെ സുധാകരനെതിരായ വിമർശനങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകിയതായാണ് വിവരം. നേതാക്കളെ കടന്നാക്രമിക്കരുത് എന്ന് സുധാകരനോട് പറഞ്ഞതായും സൂചനയുണ്ട്. പ്രസ്തുത പരിപാടിയിൽ പാർട്ടി ദേശീയ സംസ്ഥാന സെക്രട്ടറിമാർ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. എന്നാൽ താൻ നൽകിയ പരാതിയിൽ പാർട്ടി ഉചിതമായ തീരുമാനം കൈക്കൊണ്ടില്ല എന്ന വിമർശനവും സുധാകരനുണ്ട്. അതിനാൽ തന്നെ ഇനി CPM സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികളിൽ സുധാകരനെ പങ്കെടുപ്പിച്ച് വിഷയം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കത്തിലാണ് ജില്ലാ നേതൃത്വം. പൊതുവേദിയിൽ പാർട്ടിക്കെതിരെ തുറന്ന വിമർശനമുയർത്തുന്ന സുധാകരനെ അടക്കി നിർത്തില്ല എങ്കിൽ അത് CPM-നും LDF-നും കൂടുതൽ വിനയായേക്കും. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാനാകും CPM ശ്രമം. അമൃത ന്യൂസ്, ആലപ്പുഴ. എന്തായാലും ഈ സമവായ നീക്കം സുധാകരൻ നിലപാട് കടുപ്പിച്ചതോടെയാണ് പരസ്യ വിമർശനം ഒഴിവാക്കണമെന്ന നിർദ്ദേശമൊക്കെ ആലപ്പുഴ CPM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതോടെ സുധാകരന്റെ പരിഭവം മാറുമോ എന്നുള്ളതാണ് ഇനി അറിയുന്നത്. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും കാർഷിക മേഖലയിൽ നേട്ടം കൈവരിക്കാനും കഴിയുന്നില്ല എന്ന വിമർശനവുമായി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ക്ഷേമപ്രവർത്തനങ്ങളിലും സേവനങ്ങളിലും മാത്രമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ചുരുങ്ങുന്നു എന്നാണ് ഫിനാൻസ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. 7ാം ധനകാര്യ കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ട് അടുത്ത മാസം ഗവർണർക്ക് സമർപ്പിക്കാനിരിക്കെയാണ് വിഭവ സമാഹരണത്തിന്റെ പ്രാധാന്യം കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നത്. അതേസമയം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഈ മാസം സമർപ്പിക്കുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ അമൃത വാർത്തകളോട് പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പുതിയ ഭരണസമിതിക്കുള്ള പദ്ധതി നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ തയ്യാറാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പ്ലാൻ ഫണ്ടുകൾ പലതും വെട്ടിച്ചുരുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാമ്പത്തിക വർഷം 8,245 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി മാറ്റിവെച്ചുവെങ്കിലും 6 മാസം പിന്നിട്ടിട്ടും സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്ന് 25% പോലും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷന് മുന്നിലും വെല്ലുവിളികൾ ഏറെയുണ്ട്. പക്ഷേ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ മാസം അവസാനത്തോടെ വരുമ്പോൾ കേരളത്തിന് അനുകൂലമായ സമീപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന കമ്മീഷനും. വെട്ടിക്കുറച്ച പല ഗ്രാന്റുകളും പുനഃസ്ഥാപിക്കുകയും കേരളത്തിനുള്ള വിഹിതം ഉയരുകയും ചെയ്യുമെന്നും കണക്കുകൂട്ടുന്നു. പുതിയ ഫിനാൻസ് കമ്മീഷൻ ഇപ്പോൾ 16ാം ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകും, യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ്റെ. അപ്പോൾ ആ യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ്റെ ശുപാർശയിൽ ഇപ്പം നമ്മളതിൻ്റെ കേരളത്തിൽ നിന്നുള്ള മെമ്മറാണ്ടം ഒക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊരു മെച്ചം വരികയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാൻ കഴിയും. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളുടെ മികവും കാര്യശേഷിയും വർദ്ധിപ്പിക്കാനുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഗവർണർക്ക് സമർപ്പിക്കാൻ പോകുന്നത്. ഇക്കാലമത്രയും തദ്ദേശ സ്ഥാപനങ്ങൾ ക്ഷേമ പദ്ധതികൾക്കും സേവനങ്ങൾക്കും മാത്രമായാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിനാൽ തൊഴിൽ മേഖലയും കാർഷിക മേഖലയും വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോകുന്നുവെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. കൃഷിക്കും തൊഴിലിനും കൂടുതൽ ഊന്നൽ നൽകുന്ന പദ്ധതികളുടെ ശുപാർശകളാണ് കമ്മീഷൻ സമർപ്പിക്കുന്നത്. ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. തൊഴിലവസരങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്താനും പുതിയ തൊഴിൽ സൃഷ്ടിക്കാനും ഒക്കെയുള്ള കാര്യത്തിൽ വേണ്ടത്ര ഒരു അച്ചീവ്മെൻറ്റ് നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റ്സിന് കഴിഞ്ഞിട്ടില്ല. പുതിയ ലോക്കൽ ഗവൺമെൻറ്റ്സിന് പുതിയ കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ പുനർനിർമ്മിക്കാൻ അവർക്ക് കഴിയണം. അതിനാവശ്യമായിട്ട് ചില ശുപാർശകൾ തീർച്ചയായിട്ടും പുതിയ കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ടാവും. 7ാം ധനകാര്യ കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ടാണ് അടുത്ത മാസം ആദ്യവാരത്തോടെ ഗവർണർക്ക് സമർപ്പിക്കുന്നത്. തുടർന്ന് ഗവർണർ സർക്കാരിന് സമർപ്പിക്കുന്ന റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നതോടെയാണ് പ്രാബല്യത്തിൽ വരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.